ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പഴയ റേഡിയോ കേട്ടോ, DL259 ഫിലിപ്സിൻ്റെ. ഒത്തിരി പഴയ മോഡലല്ല, ഏതാണ്ട് പുതിയൊരു മോഡൽ. അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ലൊരു ഭംഗിയുള്ള റേഡിയോ ആണ്. നമുക്ക് ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. നമ്മുടെ കൺട്രോളൊക്കെ സ്വിച്ചൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കിതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫോൾട്ട് എങ്ങനെ നമുക്കൊന്ന് പരിഹരിച്ചെടുക്കാൻ നോക്കാം. നമുക്കിതൊന്ന് തുറക്കാം ആദ്യം. ഓക്കെ, നല്ലൊരു PCB ഇതിനകത്ത് വരുന്നത്. ഇതുണ്ടോ, ഈ ടൈപ്പ് SMD ഒന്നും അല്ലാത്ത നോർമൽ IC വരുന്ന, അല്ല അവിടെ സാധാരണ വരുന്ന IC. നല്ലൊരു ഗ്യാങ്ങും ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി PCBയാണ്. നല്ല ഡസ്റ്റൊക്കെ ഉണ്ടാകത്ത് ഇതിനകത്ത്. ഇത് ഉപയോഗിക്കാതിരുന്ന ഇവർ എന്തിൻ്റെ പേരിലാണ് ഈ റേഡിയോ ഒഴിവാക്കിയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. ബാൻഡ് വെച്ചൊക്കെ സ്ട്രക്കൊന്നുമല്ല. നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ ആദ്യം ഒന്ന് പിടിപ്പിക്കാവേ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തെടുത്ത് ഇനി നമുക്കിതിൻ്റെ അവസ്ഥ ഏതാണെന്ന് നോക്കാം. ഇപ്പം ഡയറക്റ്റ് ബാറ്ററി കൊടുത്ത് ഓണാക്കാവേ. ഓണായിട്ടുണ്ട്. ബാൻഡ് മാറുമ്പോൾ ഒരു ചെറിയ പ്രശ്നമൊക്കെ, RF സിഗ്നൽ റിസീവ് ചെയ്യുന്നില്ല. നമ്മൾ AM ഡിറ്റക്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. മീഡിയം വേവ് ഒന്നും നമുക്ക് സിഗ്നൽ, നമുക്ക് ഒരു സ്റ്റേഷനും നമുക്ക് മീഡിയം വേവിൽ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റാണ് ഇതിനായിട്ട് മെയിനായിട്ടുള്ളത്. ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് FM-ൻ്റെ അവസ്ഥ നോക്കാം. ഓക്കെ, FM-ൻ്റെ ആൻറ്റിന ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, FM ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വയർ കൊടുക്കാം. ഇനി നമുക്ക് ഈ PCB ഒന്ന് അഴിച്ചെടുക്കാവേ. അപ്പം ഇതിൻ്റെ ലൂപ്പിൻ്റെ കണക്ഷനാണ്, ലൂപ്പ് കോയിലിൻ്റെ. അപ്പോൾ നമ്മുടെ FM വർക്ക് ചെയ്യുന്നുണ്ട്, AM വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ സ്വിച്ച് ഒന്ന് അഴിച്ചെടുത്ത് ആദ്യം ഒന്ന് ക്ലീൻ ആക്കുന്ന പരിപാടി ചെയ്യാം. അപ്പം നമുക്ക് AM കിട്ടുന്ന, FM കിട്ടുന്നതുകൊണ്ട് നമുക്ക് AM കിട്ടാതെ വരുന്നത് മിക്കവാറും തന്നെ ഈ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പം ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോസ് പ്ലെയർ ഉപയോഗിച്ച് നിങ്ങളിത് ചെയ്യാവുള്ളൂ. ഞാനിത് അത് ഉപയോഗിച്ച് എടുത്തതേ ഉള്ളൂ. നൈസായിട്ട് ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. ആ ലോക്ക് 4 ലോക്ക് ഉണ്ടായിരിക്കും. ആ 4 ലോക്ക് മാറ്റിയിട്ട് ഈ സ്വിച്ച് നമുക്ക് പതിയെ അഴിച്ചെടുക്കാം. ഇത് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇത് അഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ അത് ക്ലീൻ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഓയിലൊന്നും ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ പെർഫോമൻസ് ഇതായിരിക്കും. ആണോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പം. അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന ആ റോഡിൽ കിടന്ന് ഓടുന്നതിൻ്റെ കോണ്ടാക്റ്റ്, സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റാണ് ഇത്. അപ്പം ഇതിൻ്റെ ടെൻഷന് വ്യത്യാസം ഉണ്ടായാലും നമ്മുടെ സ്വിച്ചിന് പ്രശ്നങ്ങൾ വരാം. അപ്പം ഇതിൻ്റെ ഉൾ സൈഡിൽ ക്ലാവ് കയറിയിട്ടും വരാം. അപ്പം ഈ സംഭവം നമ്മൾ അനക്കാതെ മാറ്റി വെച്ചേക്ക്. ഇതിൻ്റെ ലിവർ, ഇതിനകത്തൊരു ബോളും ഒരു സ്പ്രിങ്ങും വരുന്നൊരു ഭാഗം. ഇത് നമുക്ക് അനക്കണ്ട. ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് തെറിച്ചൊക്കെ പോകും. അപ്പം നമ്മൾ അനക്കാതെ തന്നെ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് തിന്നർ, ഞാൻ ഈ തിന്നറിനകത്താണ് ഇത് ഇടുന്നത്. തിന്നറിനകത്ത് നമ്മുടെ ആ സ്വിച്ചിൻ്റെ ആ ഭാഗം വരുന്ന, കോണ്ടാക്റ്റ് വരുന്ന ഭാഗവും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ട് ഒരു 5 മിനിറ്റ് വെറുതെ വെച്ചേക്കുക. അപ്പോൾ ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഇളവ് വരും. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും നൈഫ് ഉപയോഗിച്ച് കണ്ടോ നല്ലപോലെ ചിരണ്ടി ഒന്ന് 2 സൈഡും, ഉൾവശവും പുറവശവും, 2 അകവും പുറവും നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കനമുള്ളത് ഉപയോഗിക്കുക, ഇതുപോലുള്ള ബ്ലേഡ് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ. കാരണം ഇതിനിടയ്ക്ക് ഇത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷൻ പോകും. ആ ടെൻഷൻ പോകാതെ നൈസായിട്ട് അകത്തോട്ട് പതിയെ കയറ്റി ചെറുതായിട്ടൊന്ന് എനിക്ക് ക്ലാവോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് പിടിക്കരുത്, നല്ല സൂക്ഷിച്ച് ചെയ്യാവൂ. വളരെ ശ്രദ്ധിച്ച് ഈ ഒരു സാധനം നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടേ. പിന്നെ നമ്മളിത് അഴിച്ചെടുത്ത പോലെ തന്നെ നേരെ കയറ്റി വെക്കുക. ഇതെങ്ങനെ വേണം കയറ്റി വെക്കുക, ഒരു സൈഡ് തീർത്താൻ കയറ്റി വെക്കുക. എന്നിട്ട് അതിനകത്ത് ആ റോഡിൻ്റെ അകത്ത്, ആ ലിവറിനകത്ത് 2 ചെറിയൊരു ഗ്യാപ്പ് കാണാം. ഇത് ഈ സ്വിച്ചിൻ്റെ ഈ ഭാഗം കയറ്റി വയ്ക്കാൻ വേണ്ടി. അതിൻ്റെ
പൊസിഷനനുസരിച്ച് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഐഡിയക്ക് തന്നെ ഒത്ത് ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇങ്ങനെ കയറിപ്പോവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് കൈ പിടിച്ചൊന്ന് നനയ്ക്ക് നോക്കുക, സ്വിച്ച് കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ വെച്ചിരിക്കുന്ന ഭാഗം കറക്റ്റാണെങ്കിൽ സ്വിച്ച് നല്ലപോലെ മാറും. അപ്പോൾ ഇത് അഴിച്ച് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു നോസ് പ്ലെയർ ഉപയോഗിച്ച് ഇത് മടക്കി വെക്കാമല്ലോ കേട്ടോ. ഇതിൻ്റെ ആ ലോക്ക് നമ്മളിതുപോലെ മടക്കി വെക്കാം. പെട്ടെന്ന് നോസ് പ്ലെയർ എൻ്റെ കൈ കിട്ടിയില്ല, അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ. നോസ് പ്ലെയർ ആയിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയേ ഉള്ളൂ. നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നൈസായിട്ട് സോൾഡർ ചെയ്ത് നല്ല വൃത്തിയാക്കി ഒന്ന് സോൾഡർ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് ഇതുണ്ടോ, ഈ ലൂപ്പ് കോയിൽ പണ്ടത്തെയൊക്കെ റേഡിയോക്കകത്ത് വരുന്ന നമ്മളെ ലൂപ്പ് കോയിൽ ഇവർ ഒഴിവാക്കിയിരിക്കുകയാണ്. ലൂപ്പ് കോയിൽ വെക്കാനുള്ള കേസിനകത്തൊക്കെ ലെഗുണ്ട്, പക്ഷെ അവരത് ഒഴിവാക്കിയിട്ട് ചെറിയൊരു ടിൻ ഷീറ്റ് വെട്ടി വെച്ചിട്ട് അവിടെ ഉണ്ടോ ഈ ഭാഗം നമ്മുടെ ആൻറ്റാകോയിലിൻ്റെ ഭാഗം സോൾഡർ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലൂപ്പ് കോയിലായിട്ട് ചെറിയ ഷീറ്റാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ PCB സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഗ്യാങ് കറക്റ്റായിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ കയറ്റിയിടുക. എന്നിട്ട് നേരെ സ്ക്രൂ ചെയ്ത് മുറുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് കൊടുത്തു. ഓക്കെ, ഒന്ന് ഓണാക്കി നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മീഡിയം വേവ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മീഡിയം വേവ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചിലൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ആ മീഡിയം വേവ് ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല, കോണ്ടാക്റ്റിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ FM ഓണാക്കി നോക്കുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ FM ആദ്യം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, AM ആയിരുന്നു ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആൻറ്റിന ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു ടെലസ്കോപ്പ് ആൻറ്റിന ഫിറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഓണാക്കി മീഡിയം വേവും FM വേവും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി നമ്മുടെ റേഡിയോ വർക്കിങ്ങിനുള്ള ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീഡിയം വേവ് ആയിരുന്നു നമുക്കില്ലായിരുന്നു, അതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി സെറ്റാക്കാം. മീഡിയം വേവ് ടോപ്പ് പൊസിഷനിലാണ്. ഓക്കെ, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ എല്ലാ പുല്ലിലും എല്ലാം കാണത്തില്ല. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഊർജ്ജദായിനിയായ ഒരു പുല്ലാണെങ്കിൽ അതിനകത്ത് പിന്നെ പുറമേ നിന്ന് നമ്മൾ ഇതിനകത്ത് അമ്ലം കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ അന്നജങ്ങളൊന്നും ചേർക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന മീഡിയം വേവിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇനി നമുക്ക് FM മോഡ് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അന്നജത്തിനൊരു ഓക്കെ, അപ്പോൾ നമ്മൾ FM നമ്മൾ കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പ് ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയോ നല്ല ക്ലിയർ ആയിട്ട് FM AM വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചിൻ്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ സ്വിച്ച് ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സ്വിച്ച് വളരെ സിമ്പിളായിട്ട് അഴിച്ചിട്ട് നല്ലപോലെ അതിൻ്റെ ലെഗ് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാൻഡ് പ്രശ്നം നമുക്ക് പരിഹരിച്ചെടുക്കാനാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.